നമസ്കാരം. രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പുറത്തുനിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. കുറച്ച് ശബ്ദമൊക്കെ ഉണ്ട്, ലോക്ക്ഡൗൺ ഒക്കെയാണ്, പക്ഷേ വാഹനമൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ചോറിൻ്റെ കൂടെ കഴിക്കാനൊരു രസമാണ്. നന്നായിട്ട് കറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചതിന് ശേഷം കുറച്ചൊരു മോരും അതുപോലെ തന്നെ രസവും കൂട്ടി കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി സംഭവമല്ലേ, വയറ് നിറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ ഇന്നത്തെ രസം എന്ന് പറയുമ്പോൾ നമ്മൾ രസ പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടൊരു കൂട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ അടിപൊളി രസം നമുക്ക് വേഗം പോയിട്ട് ഉണ്ടാക്കി വരാം. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 6 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ചെറിയുള്ളി ആവശ്യമാണ്. ഒരു 20ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നിറയെ വേണം, ഒരു 40 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഏതാണ്ട് ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില വേണം, അതുപോലെ തന്നെ മല്ലിയിലയും വേണം. രസം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ രസ പൗഡറൊക്കെ വാങ്ങി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു ചെറിയൊരു കൂട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ രസത്തിന് വേണ്ടിയിട്ട്. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയുള്ളി, ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമല്ലി ചേർക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പച്ചമല്ലി. അതുപോലെ തന്നെ കുരുമുളക് പൊടിയല്ല, കുരുമുളക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം 1.5 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം, ക്രഷ് ചെയ്തെടുക്കുകയാണ്. നല്ല പേസ്റ്റ് പോലെ ഒന്നും ആക്കണ്ട, അതിൽ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഒന്ന് പൾസ് ചെയ്താൽ മതി. 2-3 തവണ പൾസ് ചെയ്യുമ്പോൾ നല്ല പേസ്റ്റായി കിട്ടും. നമുക്കിത് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വരണം. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു കൂട്ട് വേണ്ടത്. ഇനി നമുക്ക് രസത്തിലേക്ക് എന്താ വേണ്ടതെന്നറിയോ? പുളി പിഴിഞ്ഞ വെള്ളമാണ്. അതിലൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി കൈവച്ച് ഇങ്ങനെ പിഴിഞ്ഞ് വെക്കാം. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയില്ലേ, ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഞരടി കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി, ഒരുപാടല്ലാതെ. പക്ഷേ രസത്തിൽ കുറച്ചൊരു അതിൻ്റെ ആ തൊലിയൊക്കെ അരയാതിരിക്കുമ്പോഴാണ് അതിൻ്റെ രസം. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് തന്നെ ഞരടി കൊടുക്കുന്നത്. അപ്പോൾ അതുമായി. ഇനി നമ്മൾ ഈ രസം വെക്കുന്നത് എങ്ങനെയാണ്? ചട്ടിയിലാണ്. അപ്പോൾ ചട്ടി ഇതാ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചു. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇടാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ കൂട്ടുണ്ടല്ലോ, ആ മസാല കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊന്നും മാറിക്കിട്ടണം. നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഏതാണ്ട് കുറച്ച് സമയമൊക്കെ നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മളെ കുരുമുളകിലൊക്കെ ഉള്ള അളവ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മുളക് പൊടിയും അതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സായിട്ട് വന്നാൽ മതി. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. എന്താണ്? തക്കാളി. തക്കാളി ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നല്ല പോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് വഴറ്റിയിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം, അതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിനായിട്ട് ചേർക്കുന്നത് എന്താ? പുളി നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എത്ര രസമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നന്നായിട്ടൊന്ന് തിള വരട്ടെ. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. പിന്നെ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു മണം. അപ്പോൾ കുറച്ച് കാലം മുന്നേ ഉള്ള കായമൊക്കെ ആണെങ്കിൽ മണമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കട്ടിക്കായ മുറിച്ചെടുത്തിട്ട്
ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എന്താണെന്നറിയോ, ഇത് ശരിക്കും ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൽ നല്ല സിമ്മിൽ കിടന്ന് ഇങ്ങനെ അതിൻ്റെ ആ സത്ത് മുഴുവനും ഈ ഒരു പുളി വെള്ളത്തിൽ പിടിച്ച് വരണം. അപ്പോഴാണ് ആ രസത്തിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് വരുള്ളൂ. അപ്പോൾ എത്രത്തോളം വറ്റിക്കാൻ പറ്റുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അത് നന്നായിട്ട് നമ്മളെ പാകത്തിനൊന്ന് വറ്റി വരട്ടെ. ഇത് തിളച്ചും വരുന്നുണ്ട്, ഒരു പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, ആ മസാലയൊക്കെ ഇട്ടതല്ല, അപ്പോൾ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ആഹാ, അങ്ങനെ നമ്മളെ കിടിലൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പണ്ട് പരസ്യത്തിലൊക്കെ പറഞ്ഞതുപോലെ നല്ല ഒരു ഊണും കഴിച്ച് കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് രസം, അത് നിർബന്ധം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.